അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമുക്ക് പ്രത്യേകിച്ചൊരു അതിഥിയെ കിട്ടി. അതിഥി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സൗദി അറേബ്യയിലെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കണ്ടുമുട്ടലായിരുന്നു ബഹുമാനപ്പെട്ട കക്കോവ് സയ്യിദ് അലവി ഉസ്താദുമായിട്ട്. പ്രത്യേകിച്ച് ഉസ്താദിൻ്റെ ഉംറ സർവീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഉസ്താദുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. കാരണം ഉസ്താദ് നാട്ടിൽ വരുമ്പോൾ ആ ഉംറ സർവീസിന്റെ ഓഫീസൊക്കെ ഞാനായിരുന്നു കൈകാര്യം ചെയ്തതും, പ്രത്യേകിച്ച് ഉംറയുമായി ബന്ധപ്പെട്ട് നല്ലൊരു സന്തോഷകരമായ ജീവിതമായിരുന്നു. കാരണം സൗദി അറേബ്യയിൽ റിയാദിലായിരുന്നു ഉസ്താദിന്റെ ഓഫീസ്. ആ ഓഫീസിൽ നിന്നും ഉംറയ്ക്ക് ഞങ്ങൾ ബസ്സുകൾ വിടും, 50 ആളുകളെ ഒക്കെ വെച്ച് ഒരു ബസ്സിൽ. അപ്പം അങ്ങനെ ആ ഉംറയ്ക്ക് മക്ക മദീന ട്രിപ്പുകളാണ്. 2000-ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വരുന്ന ഒരു യാത്ര. പ്രത്യേകിച്ച് മലയാളികളായ ഫാമിലികളുമായിട്ട് യാത്ര. അപ്പം അതിലുള്ള ആ ക്ലാസ്സൊക്കെ വളരെ രസകരമാണ്. പ്രത്യേകിച്ച് ഉസ്താദിൽ നിന്ന് കിട്ടുന്ന ഇൽമ എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഇൽമാണ്, സാധാരണ കിട്ടുന്നതല്ല. പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ നമുക്ക് കിട്ടാത്ത ഒരുപാട് ബാഹ്യമായി കിട്ടാത്ത പ്രത്യേകിച്ച് നല്ല അറിവുകൾ നമുക്ക് പകർന്നു വരും ഉസ്താദ്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമായിട്ടൊന്ന് പരിചയപ്പെടാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം മുസ്ലിയാർ നമ്മളായിട്ടുള്ള ബന്ധമൊക്കെ നേരത്തെ മൂപ്പര് വിശദീകരിച്ചു. അത് വലിയൊരു ബന്ധമായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും എപ്പോഴും ഓർക്കാറുള്ളത്. നമ്മുടെ ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ മഹാന ആദം അലൈഹി സ്വലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ചരിത്രങ്ങളായവർക്കിക്കൊണ്ട് മഹാനബിത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് ഖുദു അന്നി മനാസിക്കും, നിങ്ങൾ നുസ്ക് എന്നിൽ നിന്ന് പഠിക്കണം. ഉംറ എങ്ങനെ ചെയ്യണം, തവാഫ് എങ്ങനെ ചെയ്യണം, സഈ എങ്ങനെ ചെയ്യണം, ഹജ്ജ് എങ്ങനെ ചെയ്യണം എന്ന വിധങ്ങൾ പഠിപ്പിച്ച ഖുദു അന്നി മനാസിക്കും, എന്നിൽ നിങ്ങൾ എന്താക്കണം, ആ നുസ്ക് പകർത്തണം എന്നാണ് വിധങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൽമ് പരിമിതമായ ഇൽമ് പ്രകാരം നമ്മളത് വളരെയധികം 91 മുതൽക്ക് ഈ കാലത്രയും നൂറുകണക്കിന് ആളുകൾ ഉംറക്കും ഹജ്ജിനും കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടായിട്ട് അവർക്ക് വലിയൊരു ഫലം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ റബ്ബിൻ്റെ അടുത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ ആ ഓഫീസൊക്കെ ഒഴിവാക്കി ഇപ്പോൾ നാട്ടിലാണുള്ളത്. ബഹുമാനപ്പെട്ട സലാം മുസ്ലിം നമ്മൾ ഓഫീസിൽ വന്ന് മർക്കസ് കാരന്തൂർ മർക്കസിന് മുമ്പിൽ ഒരു അറബി ഇംഗ്ലീഷ് ടൈപ്പിങ്ങും കമ്പ്യൂട്ടറും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ബർക്ക ലിറ്ററാട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. 2-3 വർഷമായി തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലേക്ക് പോകുന്ന ആളുകൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണത്. വെറും പാസ്പോർട്ടായിട്ട് പോയിട്ട് വിദ്യാഭ്യാസം എല്ലാം ഉള്ള സഖാഫികളും ഡിഗ്രിയുള്ള ഒരുപാട് ആളുകൾ വെറുതെ ലേബർ ജോലി ചെയ്യുന്നത് കണ്ട് വിഷമിച്ചുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ആ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. പഠിച്ച ഒരുപാട് ആളുകൾ പോയി ജോലിയിൽ കയറി വീടുണ്ടാക്കി മകളെ കെട്ടിച്ചൊക്കെ ചെയ്ത് 3 വർഷം കൊണ്ട് തന്നെ. അപ്പം അങ്ങനെ വലിയൊരു സെക്രട്ടറിയൽ ജോബ് ട്രെയിനിങ്, അറബി ഇംഗ്ലീഷ് ടൈപ്പിംഗ് കമ്പ്യൂട്ടറും പഠിക്കുക, TTP പിന്നെ കോറൽഡോ ഫോട്ടോഷോപ്പ് ഒക്കെ പഠിക്കാനുള്ള സംവിധാനം എടുത്തിട്ടുണ്ട്. ഉസ്താദിന്റെ ഞാനൊരു ഇടയ്ക്ക് കയറി പറയണം, ഉസ്താദ് ഒരു 10 ദിവസം കൊണ്ട് അറബി ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കും, കമ്പ്യൂട്ടറും പഠിപ്പിക്കും, അങ്ങനെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് പഠിക്കും. 10 ദിവസം കൊണ്ട്, കുറഞ്ഞ 10 ദിവസം. ഒരു സെക്രട്ടറിയേറ്റ് ജോലി ചെയ്യാൻ പറ്റുന്ന വലിയ ഉപകാരപ്പെടുന്ന ഒരു ജോലിയാണ് ഉസ്താദ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അറബി ടൈപ്പിംഗ് ചെയ്യുന്ന ഒരു പരിമിതമായ ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഇത് വളരെ വേഗത്തിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉസ്താദ്. വളരെ കൊല്ലായി 82 തുടങ്ങിയതാണ് ഈ പരിപാടി. 82 ഞാൻ ഉസ്താദിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പുസ്തകങ്ങളൊക്കെ. റിയാൽ തന്നെ ഒരുപാട് നമ്മള് റിയാൽ ന്യൂസ് പേപ്പർ, ഉക്കാദ് പത്രം, പിന്നെ ഒരുപാട് പ്രസ്സുകളിലൊക്കെ ജോലി ചെയ്ത് 98 നമ്മൾ ഓഫീസ് തുടങ്ങുന്നത്. അതെ മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ ആ ഖിദ്മ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ ഹജ്ജിനും ഉംറയ്ക്ക് വന്ന ആളുകൾക്കൊക്കെ ആ ഹജ്ജും ഉംറയും അല്ലാഹു തആല മഖബൂലാക്കുമാറാവട്ടെ. അവരിൽ മരിച്ചുപോയ ആളുകളുടെ ഖബർ സ്വർഗ്ഗപ്പൂക്കാരമാക്കും. ജീവിച്ചിരിക്കുന്നവർ അല്ലാഹു തആല നല്ല ജീവിതം, ദുനിയാവിൽ ആഖിറത്തും വിജയകരമായ
ഒരു സന്തോഷകരമായ ജീവൻ നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇപ്പോൾ നമ്മളെ വിഷയം ഇപ്പോൾ അതല്ല. ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാല് ഉസ്താദെ, നമുക്ക് അറിയേണ്ടത്, നമുക്ക് പ്രത്യേകിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മൾ ആദ്യകാലം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ നിസ്കാരത്തില് ഇന്ന് മിക്ക ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. നിസ്കരിക്കുന്നുണ്ട്, ഒരു യാന്ത്രികമായ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന്റെ മർമ്മം അറിഞ്ഞ്, അതായത് ഇഖ്ലാസോട് തഖ്വയോട് കൂടി നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മള് ഇപ്പോ പിന്നെ ഖുശൂ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല, ഭയഭക്തി കിട്ടുന്നില്ല, മറ്റ് പല ചിന്തകളിലേക്കും നമ്മുടെ നിസ്കാരം പോയി പോകുന്നു. അതെ അതെ, ഖുശൂ ഇല്ലാതെ അത് ഖുശൂ കിട്ടാത്ത ആളുകൾക്ക് അതെങ്ങനെ ആ ഖുശൂലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മൾ കൊണ്ടുവരാൻ കഴിയും എന്നതിലേക്ക് ചെറിയ സൂചന നമ്മൾ പറയുന്നു. ഇൻഷാ അല്ലാഹ് വലിയ ഉപകാരപ്പെടും. മഹാനബിതങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. നേരത്തെ ഖുദു അന്നി മനാസികു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഹദീസാണ്. സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. സ്വല്ലു, നിങ്ങൾ നിസ്കരിക്കുക. കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, ഞാൻ നിസ്കരിക്കുന്ന പോലെ എന്നല്ല. കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ എന്നിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം. അപ്പോൾ നമ്മുടെ നിസ്കാരം, സുജൂദ്, റുകൂഅ്, സൂറത്തുൽ ഫാത്തിഹ, തഹിയ്യാത്ത്, എല്ലാ കാര്യങ്ങളും മുഴുവൻ നബിതങ്ങളുടെ നിസ്കാരത്തിനോട് എന്താക്കാൻ നമ്മൾ തുല്യമാക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുക. എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെയാണ്. ഏത് ഇബാദത്തും മഖബൂലാണെങ്കിൽ എന്ത് വേണം? നബിതങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം. ആ അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിലേ ഇബാദത്ത് മഖബൂലാവുള്ളൂ. മുഴുവൻ ഇബാദത്തും അങ്ങനെ തന്നെ. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് നമ്മൾ സാക്ഷീകരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ഇബാദത്ത് അത് മഖബൂലാണെങ്കിൽ എന്ത് വേണം? റസൂലുള്ളാഹിയുടെ സർട്ടിഫിക്കറ്റ് വേണം, അറ്റസ്റ്റേഷൻ. നമ്മൾ സാധാരണ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഗവൺമെന്റ് കാര്യങ്ങളിലോ മറ്റൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണ്ടും? അത് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. അത് സൗദി അറേബ്യയിൽ കാണാം. അതിന് പിന്നെ ചേംബർ ഓഫ് കൊമേഴ്സിൽ അതിന് ബോർഡിനെ കാണാം, തസ്ദീഖ്. ഈ അറ്റസ്റ്റേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് തസ്ദീഖ്. അവിടെ അറബിയിൽ എഴുതിച്ചിട്ട് തസ്ദീഖ് എന്നാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൽ നമ്മളിപ്പോ ഇതുപോലെ അവിടെ അറ്റസ്റ്റേഷൻ അവിടെയുണ്ട്. അവിടെ ചെന്നാൽ കാണാം തസ്ദീഖ് നമ്പർ 1, നമ്പർ 2, നമ്പർ ഓരോ ഇതിൽ കൗണ്ടറിൽ കാണാം. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് തസ്ദീഖ് എന്നാണ്. അപ്പൊ ഈ അറ്റസ്റ്റേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ആണ് എന്ന് ഞാൻ സാക്ഷിയാണ്, അല്ല ഈ കമ്പനി സാക്ഷിയാണ്. മനസ്സിലായോ? ഇതേപോലെ നിങ്ങളുടെ നിസ്കാരം, സുലൈമാന്റെ നിസ്കാരം ഒക്കെ പോരായ്മകളില്ല. ഫാത്തിഹ കറക്റ്റാണ്, സുജൂദ് കറക്റ്റാണ്, അത്തഹിയാത്ത് കറക്റ്റാണ്. മനസ്സിലായില്ലേ? അതായത് നിസ്കാരം കൊണ്ട് നിമിത്തങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ റസൂൽ എങ്ങനെ നിസ്കരിച്ചിരിക്കുന്നത് ഇതുപോലെ കറക്റ്റാണ് ഇദ്ദേഹത്തിന്റെ നിസ്കാരം എന്ന് ആര് സാക്ഷീകരിക്കാണ്? സാക്ഷീകരിക്കണം. വേറെ ഈമാൻ തന്നെ അതാണല്ലോ. അവിടെ മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോ അങ്ങനെ ഒരു സാക്ഷീകരണത്തിന് പറ്റുന്ന നിസ്കാരമായിരിക്കണം നമസ്കാരം. അപ്പൊ അതിലേക്ക് എത്തുന്ന ചെറിയൊരു സൂചന മാത്രമാണ് നമ്മൾ എന്താക്കുന്നത്, നൽകുന്നത്. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.